ഹലോ, നമ്മൾ മൊഡ്യൂൾ 3ൻ്റെ അടുത്ത സെക്ഷനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഡെറിവേറ്റീവ്സ്. ഈ നോട്ടിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഡെറിവേറ്റീവ്സിൻ്റെ ഒന്ന് സ്പെല്ലിങ് DIVES എന്നാണ്. ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രേറ്റിംഗ് ഡെറിവേറ്റീവ്സ്, ഡിഫറൻഷിയേറ്റിംഗ് ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റിൻ്റെ സ്പെല്ലിങ് FI ആണ്, DEFINITE, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. അപ്പോൾ നമുക്ക് ആ സെക്ഷനിലെ തിയറം തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് അറിയുന്ന ഒരു കാര്യം അല്ലേ, നമുക്ക് ഒന്ന് എഴുതി വെക്കാം. ഇൻ്റഗ്രൽ A to B ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷനാണ് DIFF H ഓഫ് F. ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ F ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ ഫംഗ്ഷൻ F ഓഫ് B മൈനസ് AVH ഓഫ് F ഓഫ് A. ഇത് H ആണ്. ഓക്കെ, ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി നമുക്ക് എഴുതി വെച്ചതാണ്. ഡെഫിനിഷൻ പ്രകാരം ഇൻ്റഗ്രൽ A to B ഡിവൈഡഡ് ഡിഫറൻസ് H ഓഫ് F ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ ഫംഗ്ഷൻ ഓഫ് F ഓഫ് B മൈനസ് ആവറേജ് വാല്യൂ ഫംഗ്ഷൻ ഓഫ് F ഓഫ് A ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ആസ് H ടെൻസ് ടു 0 നമ്മൾ നമ്മുടെ ഒരു കൊറോളറി 4 ഉണ്ടായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആവറേജ് വാല്യൂ ഓഫ് F ഓഫ് B മൈനസ് ആവറേജ് വാല്യൂ ഓഫ് F ഓഫ് A. ആസ് H ടെൻസ് ടു 0 ഇതെങ്ങോട്ട് പോവും? F ഓഫ് B മൈനസ് F ഓഫ് Aയിലേക്കാണ് പോവുക. അതേപോലെ ആസ് H ടെൻസ് ടു 0 ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ, ആസ് H ടെൻസ് ടു 0 ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ H ടെൻസ് ഡിഫറൻസ് ഫംഗ്ഷൻ ഓഫ് F എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോവുക? F ഡാഷിലേക്കാണ് പോവുക. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അതാണ് നമ്മുടെ നോട്ടായിട്ട് ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇതെന്ന് പറയുന്നത് ഡിവൈഡ് ഡിഫറൻസ് ഫംഗ്ഷനാണ്. ആസ് H ടെൻസ് ടു 0 നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ F ഓഫ് B മൈനസ് F ഓഫ് Aയിലേക്ക് പോകും. ഓക്കെ, നമുക്ക് തിയറം, അവിടുത്തെ ഫസ്റ്റ് തിയറം, നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് അല്ലേ. നിങ്ങൾ ഡിഗ്രിയിലൊക്കെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പഠിച്ചിട്ടുണ്ട്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ പ്രൂഫ് അറിയില്ല. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് പ്രൂഫ് നോക്കുകയാണ് കേട്ടോ. ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ബി അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. ദെൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. എഫ് എന്താണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എന്ന് പറയുന്നത് ഇൻ്റഗ്രബിൾ ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലും. അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇതാണ് നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്? എഫ് അബ്സൊല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ എഴുതിട്ടോ. ആസ് ഡിവൈഡഡ് ഡിഫറൻസിലെ എച്ചിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? 1/n ആയിട്ടെടുത്തു. ആസ് n ടെൻസ് ടു H10, അതായത് H ഈക്വൽ ടു 1/n ആണ്. അപ്പോൾ H ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? H ടെൻസ് ടു 0 കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് n എങ്ങോട്ട് പോകണം? ഇൻഫിനിറ്റിയിലേക്ക് പോകണം അല്ലേ. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് 1/n എങ്ങോട്ട് പോവുള്ളൂ? 0യിലേക്ക് പോവുള്ളൂ. അതാണ് കേട്ടോ ഇവിടെ നമ്മൾ H ടെൻസ് ടു 0യ്ക്ക് വരും n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തത്. നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ H എന്ന് പറയുന്നത് 1/n ആണ്. അപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങോട്ട് പോവും? നമ്മൾ രണ്ട് സൈഡിലും ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ആസ്
എച്ചിന് പകരം n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു. എച്ചിന് പകരം 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ a to b ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് 1/n ഇൻറ്റു എഫ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആവറേജ് വാല്യൂ ഫംഗ്ഷൻ്റെ സ്ഥലത്ത് കൊടുക്കുമ്പോൾ അതെന്ത് വരും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇനി എഫ് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച തിയറം പ്രകാരം ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷനെ രണ്ട് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസും ഇൻക്രീസിങ്ങുമായിട്ടുള്ള ഫംഗ്ഷനുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് രണ്ട് ഇൻക്രീസിങ് ഫംഗ്ഷനുകളുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം monotone function defined on closed interval AB are differentiable almost everywhere on open interval AB എന്നാണ് നമ്മുടെ ലബേക്ക് തിയറം. monotone function defined on closed interval AB are are differentiable on ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇപ്പോൾ രണ്ട് ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ ഒരു മോണോട്ടോൺ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റി? നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് എഫ് എന്താന്ന് പറയാം? ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഡാഷ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് 1/n. എഫ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു? നമ്മൾ എഫ് ഡാഷിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡിവൈഡഡ് ഡിഫറൻസ് ഫങ്ഷൻസിൻ്റെ സീക്വൻസ് എടുത്തു. അതായത് ആ n വേരി ചെയ്യുന്ന അനുസരിച്ച് പല പല ഡിവൈഡഡ് ഡിഫറൻസ് ഫങ്ഷൻസ് കിട്ടും. ഇതെന്താണ്? യൂണിഫോം ഇൻ്റഗ്രബിൾ ആണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ. യൂണിഫോം ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ നമുക്കറിയാം വിറ്റാലി കൺവേർജൻസ് തിയറം പ്രകാരം ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദി ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി ഡിവൈഡഡ് ഡിഫറൻസ് 1/n എഫ് എടുത്തു. ഇറ്റ്സ് ഈക്വൽ ടു ലിമിറ്റിനെ ഉള്ളിലേക്ക് എടുക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഡിവൈഡഡ് ഡിഫറൻസ് 1/n എഫ്. നമുക്കറിയാം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഡിവൈഡഡ് ഡിഫറൻസ് 1/n എഫ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എഫ് ഡാഷിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇതുണ്ടായിരുന്നു അല്ലേ? നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി ഡിവൈഡഡ് ഡിഫറൻസ് 1/n എഫ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇപ്പോൾ നമുക്ക് കിട്ടി ഈ ഭാഗം ഇതെന്തിനോട് ഈക്വലാന്ന് കിട്ടി? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷിനോട് ഈക്വലാന്ന് കിട്ടി. സോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഇനി അടുത്ത സെക്ഷൻ തുടങ്ങുന്നതാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഒരു ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് സെഡ് ടു ബി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് ജി. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ് എഫ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ജി എന്തായിരിക്കണം? ലബേക്ക് ഇൻ്റഗ്രബിൾ. എൽ ഇൻ്റഗ്രബിൾ എന്ന് പറയുമ്പോൾ ലബേക്ക് ഇൻ്റഗ്രബിൾ കേട്ടോ. ലബേക്ക് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കണം. എഫിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ഇൻ്റഗ്രൽ എ ടു എക്സ് ജി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പറയും ജി എന്ന് പറയുന്നത് എഫ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് ജി. എഫ് ഈസ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് ജി എന്ന് പറയാൻ പറ്റും. അതായത് ആ ഡൊമെയിനിൽ മൊത്തം എഫ് ഓഫ് എക്സ് എന്തിനോട് ഈക്വൽ ആവണം? എഫ് ഓഫ് എ പ്ലസ് ഇൻ്റഗ്രൽ എ ടു എക്സ് ജി എന്ന് എഴുതാൻ പറ്റും.
ഇനി നമുക്ക് അടുത്തൊരു തിയറാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.